ഒരു ജനാധിപത്യ സമൂഹത്തിൽ പോലീസും ജനങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ സമീപകാലത്ത് നടന്ന കസ്റ്റഡി മരണങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങളും ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റുന്നു. ഒരു ജനകീയ പോലീസ് സേന എങ്ങനെയായിരിക്കണം? അവർ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം? കാലത്തിനനുസരിച്ച് പോലീസിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു മികച്ച പോലീസ് സേനയെ വാർത്തെടുക്കുന്നതിലുള്ള സമൂഹത്തിന്റെ പങ്ക് എന്താണ് എന്നീ വിഷയങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ജനാധിപത്യവും പോലീസും. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നട്ടെല്ലാണ് ക്രമസമാധാനം. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. നിയമവാഴ്ച നടപ്പാക്കുക, കുറ്റകൃത്യങ്ങൾ തടയുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നിവയെല്ലാം പോലീസിന്റെ പ്രധാന ചുമതലകളാണ്. എന്നാൽ ഈ ചുമതലകൾ നിർവഹിക്കുമ്പോൾ പോലീസ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം. അവർ ജനങ്ങളുടെ സേവകരാണ്, അല്ലാതെ അധികാരികളല്ല. ജനങ്ങൾ ഭയപ്പെടാതെ പോലീസിനെ സമീപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകണം. അവർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും നീതി ലഭിക്കുമെന്നും വിശ്വസിക്കാൻ കഴിയണം. എന്നാൽ നിലവിൽ കേരളത്തിൽ കണ്ടുവരുന്ന സംഭവങ്ങൾ ഈ വിശ്വാസത്തിന് വലിയ കോട്ടം വരുത്തിയിരിക്കുന്നു. കേരളത്തിലെ കസ്റ്റഡി മരണങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങളും. ഒരു തിരിച്ചറിവ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ കേരളത്തിൽ നിരവധി കസ്റ്റഡി മരണങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ശ്രീജിത്ത്, വിനായകൻ, സമ്പത്ത്, രാജ്കുമാർ, ഉദയകുമാർ എന്നിങ്ങനെയുള്ള പേരുകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നീറുന്ന ഓർമ്മയായി അവശേഷിക്കുന്നു. പുറത്തറിഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് പുറത്തറിയാത്ത സംഭവങ്ങൾ. ഈ സംഭവങ്ങൾ ഓരോന്നും പോലീസിന്റെ ക്രൂരമായ മുഖമാണ് വെളിവാക്കുന്നത്. നിയമപരമായി ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലും അയാളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ നിയമം കയ്യിലെടുത്ത് ചോദ്യം ചെയ്യലിന്റെ പേരിൽ പ്രതികളെ ക്രൂരമായി മർദ്ദിക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. പോലീസ് ഒരു ജനകീയ സേനയാകാൻ എന്തൊക്കെ മാറ്റങ്ങൾ വേണം? പോലീസ് സേനയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഇനി പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കാം. 1. മനോഭാവത്തിൽ മാറ്റം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി വെറുമൊരു അധികാര പ്രയോഗമല്ലെന്നും മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള അവസരമാണെന്നും മനസ്സിലാക്കാൻ കഴിയണം. ഓരോ പോലീസ് സ്റ്റേഷനും സാധാരണക്കാർക്ക് സുരക്ഷിതമായി ആശ്രയിക്കാൻ കഴിയുന്ന ഇടങ്ങളായി മാറണം. 2. മെച്ചപ്പെട്ട പരിശീലനം. പോലീസിന് നിയമവും സാങ്കേതിക വിദ്യയും മാത്രമല്ല, മനുഷ്യാവകാശങ്ങൾ, സൈക്കോളജി, ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങളിലും പരിശീലനം നൽകണം. സമ്മർദ്ദം കൈകാര്യം ചെയ്യാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും അവരെ പഠിപ്പിക്കണം. 3. സുതാര്യതയും ഉത്തരവാദിത്തവും. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുക, കസ്റ്റഡിയിലെടുക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക, എല്ലാ ചോദ്യം ചെയ്യലുകളും വീഡിയോ റെക്കോർഡ് ചെയ്യുക തുടങ്ങിയ നടപടികൾ നിർബന്ധമാക്കണം. മേലുദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനുകൾ സന്ദർശിക്കുന്നത് പതിവാക്കുക. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണം. 4. മനഃശാസ്ത്രപരമായ പിന്തുണ. പോലീസ് ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദത്തിലൂടെയാണ് ജോലി ചെയ്യുന്നത്. അത് അവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കാം. അവർക്ക് മാനസിക പിന്തുണയും കൗൺസിലിംഗും നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. 5. പരാതി പരിഹാര സംവിധാനം. പോലീസിനെതിരെ ജനങ്ങൾക്ക് പരാതി നൽകാനുള്ള സംവിധാനം കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കണം. പരാതികളിൽ സമയബന്ധിതമായി അന്വേഷണം നടത്തി നടപടിയെടുക്കണം. ഈ വിഷയത്തിൽ ജനങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്. പോലീസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. ഒരു പരിധിവരെ നമ്മൾ ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്. 1. പ്രതികരിക്കുക. അനീതി കാണുമ്പോൾ പ്രതികരിക്കുക. പോലീസിന്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റമുണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യാനും പരാതിപ്പെടാനും മടിക്കരുത്. സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. 2. ബോധവൽക്കരണം. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ കൂടുതൽ സുരക്ഷിതരാക്കും. 3. പിന്തുണ നൽകുക. സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പോലീസുകാർക്ക് പിന്തുണ നൽകുക. അവരുടെ നല്ല പ്രവൃത്തികളെ അംഗീകരിക്കുക. ഇത് പോലീസിന് ഒരു പ്രോത്സാഹനമായി മാറും. 4. നിയമവ്യവസ്ഥയിൽ വിശ്വാസമർപ്പിക്കുക. കോടതികളിൽ നിന്നും നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും നമുക്ക് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുക. ഈ വിശ്വാസം നിലനിർത്താൻ ജനങ്ങൾ നിയമപരമായി പോരാടേണ്ടത് അത്യാവശ്യമാണ്. ഒരു സംസ്കാരമുള്ള സമൂഹത്തെയും പോലീസിനെയും എങ്ങനെ സൃഷ്ടിക്കാം? ഒരു മികച്ച പോലീസ് സേന ഒരു മികച്ച സമൂഹത്തിന്റെ പ്രതിഫലനമാണ്. നല്ലൊരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു പോലീസ് സേന ഉണ്ടാകൂ. വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നു. സ്കൂൾ തലം മുതൽ തന്നെ കുട്ടികളെ നിയമങ്ങൾ അനുസരിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനും നമുക്ക് സാധിക്കണം. കുടുംബം. ഓരോ കുട്ടിക്കും നല്ല മൂല്യങ്ങൾ നൽകേണ്ടത് കുടുംബമാണ്.
അക്രമം ഒരു പരിഹാരമല്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. സാമൂഹിക സ്ഥാപനങ്ങൾ. നമ്മുടെ സമൂഹം വ്യക്തികളെ ബഹുമാനിക്കാനും നിയമങ്ങൾ അനുസരിക്കാനും പഠിപ്പിക്കണം. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സമൂഹം നിയമം അനുസരിക്കുന്നതും സമാധാനപരവുമാകുമ്പോൾ പോലീസിന്റെ പണി കൂടുതൽ എളുപ്പമാകും. അക്രമങ്ങൾ കുറയുകയും പോലീസ് ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സേനയായി മാറുകയും ചെയ്യും. പോലീസ് സേനയുടെ ദുരനുഭവങ്ങൾ കേവലം ചില വ്യക്തികളുടെ പ്രശ്നങ്ങളായി ഒതുങ്ങുന്നതല്ല. അത് നമ്മുടെ സമൂഹത്തെ ആകമാനം ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ്. നമുക്ക് വേണ്ടത് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ്. അത്തരമൊരു സമൂഹം സൃഷ്ടിക്കാൻ പോലീസും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് മാത്രമേ ഒരു സംസ്കാരമുള്ള പോലീസ് സേനയെ സൃഷ്ടിക്കാൻ കഴിയൂ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. നന്ദി.